ഹായ് കൂട്ടുകാരെ, എൻ്റെ വീട്ടിലൊരു നാടൻ കോഴിയുണ്ട്. അത് മുട്ടയിടുന്നതൊക്കെ ഉള്ളിൽ ഒരുണ്ണി അല്ല രണ്ടുണ്ണി മൂന്നുണ്ണി അങ്ങനെ ആയിട്ട് ട്വിങ്സൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇതൊക്കെ അടാറ് സൈസാണ് ഒരു നാടൻ കോഴി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ണി ഉണ്ടാവും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനാ. പൊട്ടിക്കാണ്. അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് അതിൻ്റെ തോടിന്. നാടൻ മുട്ടയായോണ്ടോ ഇത് നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം. എൻ്റെ അകത്തിന് രണ്ടുണ്ണി ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ ശരി, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഉണ്ണി തോനെ ഉണ്ടാവും, പക്ഷെ അതിനുള്ള വെള്ള കളർ ഉണ്ടാവില്ല. അതിൻ്റെ ചെറുകൊക്കെ ഉള്ള പാർട്സ് അതൊക്കെ കുറച്ചുണ്ടാവും. ഇതാ നോക്കിയേ, ഉണ്ണി പക്ഷേ രണ്ടെണ്ണം ഉണ്ടാവും. ഇതാ ഉണ്ണി പുറത്തേക്ക് വരികയാണ്. നമ്മളെ ഉണ്ണി ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. രണ്ടുണ്ണി അതാ പറഞ്ഞ വന്നത് ഒരെണ്ണം പൊട്ടി. എന്തായാലും ഇതാ രണ്ടുണ്ണി ഉണ്ട് ഗായ്സ്. ഒരു ഉണ്ണി നമ്മൾ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടെ, പക്ഷെ ഒരെണ്ണം പിസ്കോക്കൊക്കെ ചെയ്യും. മനസ്സില്ല ഇതെന്താ പതയ. ആ കോഴി എപ്പോഴും ഞങ്ങൾ കാണാതെ സർഫ് ചെയ്യുന്നുണ്ട്. നോക്കിയ ഗായ്സ്, രണ്ടുണ്ണി അടിപൊളിയല്ലേ. കോഴടിച്ചാൽ അങ്ങനെ ഒരു ഇത് വരുത്തിയാൽ മതി. പണ്ടത്തൊക്കെ കടയിൽ നിന്ന് കോഴി മുട്ട വാങ്ങുമ്പോൾ ഉണ്ണി കിട്ടിയില്ലേ, എനിക്ക് എൻ്റെ അനിയത്തിക്ക് ഇതിൻ്റെ മഞ്ഞക്കറി നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇനിയാണെന്ന് വെച്ചാൽ ഒരു മുട്ട പൊട്ടിച്ചാൽ മതിയല്ലോ, ഒരു അടിക്ക് രണ്ട് പക്ഷി കിട്ടും. എന്താ ഇതായിട്ട് എൻ്റെ പെങ്ങളെന്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് കണ്ടാ. മുട്ട കിട്ടിയ അവൾക്ക് ഇതിൻ്റെ വരും. ഇത് അടുത്ത മുട്ട അവൾ പൊട്ടിക്കുകയാണ്. നമുക്ക് ഒരു ദിവസം 2 മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതും അവൾ പൊട്ടിച്ച് വെക്കുകയാണ്. രണ്ടാമത്തെ എൻ്റെ അനിയത്തെ പൊട്ടിച്ചേ. ഇതാ നോക്കി ഇപ്പം തന്നെ കാണാണ്ട്. അവൾക്ക് പൊട്ടിയാലും വെള്ള പൊട്ടിയാലും വെള്ള പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒരെണ്ണം പൊട്ടി. എൻ്റെ അനിയത്തി തക്കട തരികട പറഞ്ഞ് പൊട്ടിച്ചപ്പോൾ ഒന്നും പൊട്ടില്ല. നമ്മൾ ആദ്യം ഒരുമിച്ച് ഇരട്ടകള് തമ്മിൽ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതേമാതിരി ആ രണ്ടുണ്ണികളും ജോയിന്റ് ആയിട്ടായിരിക്കണം. കണക്ഷൻ ഉള്ള വേറെ എടുത്താൻ പറ്റാതെ. നോക്കിയേ, അടിപൊളിയല്ലേ. 2 കോഴിമുട്ടയ്ക്ക് നമുക്ക് 4 ഉണ്ണി. അങ്ങനെ വെച്ചാൽ എല്ലാവരും ഇപ്പോൾ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം.